പണ്ടൊക്കെ അമ്മ ഈ ക്രിസ്മസ് വരുമ്പോ എന്തു ബഹളായിരുന്നല്ലേ. ഇപ്പൊ എന്ത് പറ്റി? അല്ല ഇപ്പൊ ഒന്നും പറ്റിയൊന്നുമില്ല. അല്ല ഒരുപാട് കരോളിങ്ങനെ വരില്ല ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലേ? അമ്മ ഈ ലോകത്തൊന്നുമല്ലേ അമ്മ ജീവിക്കണത്? എൻ്റെ പൊന്നു കൊച്ചേ, എനിക്ക് വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് ഇതിൻ്റെ വല്ല നോക്കാനോ കാണാനോ വല്ല നേരം ഉണ്ടോ? ഞാനിത് ആരോട് പറഞ്ഞത്? വേറെ പണിയൊന്നും അല്ലേ. കഴിക്കാനാണെങ്കിൽ ഒന്നും റെഡി ആയിട്ടില്ല. പിന്നെ വാ. അതൊന്നുമല്ലമ്മ, അച്ഛൻ എവിടെ? അച്ഛൻ ക്രിസ്മസ് ആയിട്ട് കുറെ മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടാണ് പോയത്. എനിക്കറിയില്ലടേ, എവിടെ പോകണമെന്നും പറഞ്ഞു പോയി. എന്തോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തുവാടി അവൻ ഒരുക്കി വെച്ചേക്കുന്നത്? അമ്മ അറിയില്ല. കുറച്ച് ദിവസം മുന്നേ ഭയങ്കര സെൻറ്റി അടിച്ച് നിൽക്കണ്ടായിരുന്നു. രാവിലെ വന്നിട്ട് പറഞ്ഞ് നിനക്ക് ക്രിസ്മസിന് ഞാനൊരു സർപ്രൈസ് തരാൻ പോകുന്നുണ്ട്, ഇത്രയും പറഞ്ഞു. അതെനിക്കറിയാം. എന്നിട്ട് എവിടെയോ പോയി. ഇതിനാണ് ഞങ്ങളുടെ അവസ്ഥ. എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ക്രിസ്മസ് അടിച്ചു വിളിക്കണ കേക്ക് വൈനി അത് ഇതൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക്. അങ്ങനെ കൊണ്ടുവരട്ട്. പിന്നെ ക്രിസ്മസിന് കേക്കും വൈനും ഒക്കെ വേണ്ടേ? എല്ലാം വേണം. പക്ഷേ ബാലുവിൻ്റെ ഈ ആവേശവും സന്തോഷമൊക്കെ കാണുമ്പോൾ അല്ല അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴൊക്കെ അത് ഫ്ലോപ്പ് ആവാറുണ്ട്. അങ്ങനെ പറയല്ലമ്മ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ്. എല്ലാവരും ഉണ്ടല്ലോ. അച്ഛനെ കുറിച്ച് അന്വേഷിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അത്ര അറിവേ എനിക്കുള്ളൂ. അല്ല, അച്ഛൻ എപ്പോ വരും എന്നൊരു ഐഡിയ പറയുക. അച്ഛനെ കുറിച്ചുള്ള ഐഡിയ പറയാം അല്ലേ. എവിടെ ഉണ്ടെന്ന് അറിയണം. ആ രാശി പലക ഞാൻ കവിടേക്ക് ഇങ്ങ് എടുത്തുണ്ടോ ഇപ്പൊ നോക്കി പറഞ്ഞുതരാം. എന്തോന്നമ്മ? പിന്നെ അല്ലാണ്ട് എനിക്കറിയില്ല കൊച്ചെ അച്ഛൻ എവിടെ പോയത്. അല്ല, ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ മേടിക്കണ്ട. ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ തീരൂല. അത് നിങ്ങൾ അച്ഛൻ്റെ കാര്യമാണ്. ഒന്നും പറയാൻ പറ്റില്ല. എപ്പോൾ കൊണ്ടുവരുമെന്നോ എങ്ങനെ കൊണ്ടുവരുമെന്നോ എന്ത് കൊണ്ടുവരുമെന്നോ ഒന്നും അറിയില്ല. അച്ഛന്റെ കാര്യമായതുകൊണ്ടാണ്. അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലയോ? കൊണ്ടുവരും. അങ്ങനെ ആശ്വസിക്കും. അവസാനം എല്ലാവരും ഇരുട്ടത്ത് കിടക്കാണ്ടിരുന്നാ കൊള്ളാം. നിങ്ങളൊരു കാര്യം ചെയ്യും, അച്ഛനെ ഫോണിൽ വിളിക്കുക. എന്നിട്ട് എത്ര വട്ടം വിളിച്ചിട്ട് എടുക്കണ്ടേ? എടുക്കുന്ന പിന്നെ വിളിക്കണം. വിളിച്ചോണ്ടേ ഇരിക്കും, അപ്പൊ എടുക്കും. ചെല്ല്. വിളിക്ക. അച്ഛൻ അമ്മ നിങ്ങൾ വരുന്നവരൊന്നും വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ മനുഷ്യ. എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ എൻ്റെ മക്കളെ കാണാൻ വരാൻ? അല്ല ശങ്കറിനെ എവിടെ നിന്ന് കിട്ടി? ഞാൻ ബൈക്കിൽ വന്ന് ഇറങ്ങിക്കൊണ്ട് കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ രണ്ടിനും കൂടെ ഇങ്ങോട്ട് പോകുന്നു. ഒരാട്ടം എടുത്തല്ലെന്നാ വെറുതെ വന്നാ വെച്ചാ? പിള്ളേരെയൊക്കെ ഒന്ന് കാണാം, ക്രിസ്മസ് അല്ലേ. എന്ത് ആരുടെ ഒന്ന് ഒച്ച അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് ബാലു ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പോയായിരുന്നു. കേക്കും വൈനും പിന്നെ അതേപോലെ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അച്ഛനെ കാണാത്തതിൻ്റെ ഇതിൽ നിൽക്കുകയല്ലായിരുന്നു. ഇപ്പം പിള്ളേര് മാറി മാറി വിളിച്ചപ്പോ ഫോൺ എടുക്കില്ല അല്ലേ? ഇത് ശങ്കറിന് എങ്ങനെ മനസ്സിലായി? ഇതറിയാൻ വലിയ പാടുണ്ടാവുക. ഇത് സ്ഥിരം പരിപാടിയല്ലേ ബാലുവിന്റെ. നിന്നെ പറ്റിക്കാനോ പണ്ടേ എടുക്കനാ. ഇത്രയും കൊല്ലമായിട്ടും അവന്റെ കള്ളക്കെടുത്ത് നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലാവുന്നിട്ട് നല്ലച്ചാ, മനസ്സിലായതായിട്ട് ഭാവിക്കാഞ്ഞിട്ടാ. അങ്ങനെയൊക്കെ നമ്മൾ ഭാവിച്ച് ജീവിക്കാൻ പോയാ കുടുംബം തകർന്നു പോകില്ലേ. എനിക്കതല്ല അച്ഛാ, ഈ അമ്മ ഇപ്പോ ബാലുവിന് ഭയങ്കര സപ്പോർട്ടാണ്. അതിന്റെ പണി അവന്റെ നോക്കെ കിട്ടിക്കോളും. ഇത്തവണ അങ്ങനൊന്നുമില്ല. അവനെ ക്രിസ്മസിനുള്ള വൈനും കേക്കും ഒക്കെ ആയിട്ട് അവനിങ്ങി വരും. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. എത്ര തവണയായിട്ട് കേൾക്കുന്നു ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നു. നിങ്ങൾ നല്ലൊരു ദിവസമായിട്ട് വായി തോന്നിയൊന്നും പറയല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ബാലു ഇങ്ങ് വന്നോളൂ. വന്നോളൂ. ഇത് ബാലുവിന്റെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ചിട്ടുള്ള പരിപാടിയാ. അങ്ങനൊന്നും മേടിച്ച് കെട്ടാനൊന്നുമില്ല. അവൻ അങ്ങനെ എന്നെ പറ്റിക്കത്തൊന്നുമില്ല. അവൻ നിന്നെ പറ്റിക്കത്തുള്ളൂ. നിങ്ങളെ പറ്റിച്ചാലും എന്നെ അവൻ പറ്റിക്കത്തില്ല. ഇല്ല അത് കാണാം. നിങ്ങൾ തമ്മിൽ വഴക്കുന്നത് വേണ്ടെണ്ണ. നിങ്ങൾ വരും, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പത്തേക്ക് അവൻ വരും. വരും, കാത്തിരിക്കും. എന്നെ പറ്റിക്കോ ബാലു? എന്നെ പറ്റിക്കൊന്നുമില്ല. നിങ്ങളോടെ അവൻ ക്രിസ്മസ് അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയേക്കുന്നേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്യും. ഇത് പറ്റി മിസ്സിസ് കൂട്ടമ്പിള്ളയ്ക്ക് ബാലുവിനെ പതിവില്ലാതൊരു സപ്പോർട്ട് ചെയ്യല്. എടി, നല്ലൊരു ദിവസമായിട്ട് ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഞാനിത് ഇത്ര അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. നീ അങ്ങ് വിശ്വസിക്കണ്ട. ഞാൻ പിടിച്ചോളാം. നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? എന്താടി നിങ്ങൾ എന്തിനാ അവൻ പറ്റിക്കോ എന്നൊക്കെ പറയുന്നേ? നിന്നെ പറ്റിക്കത്തില്ല, അവൻ എന്നെയാ പറ്റിക്കുന്നത് നീയല്ലേ പറഞ്ഞു. അത് ചുമ്മാ ഞാൻ പിടിച്ചിരിക്കാൻ വേണ്ടി പറയുന്നില്ലയോ. എന്താടി അവൻ ഇത്രയും പ്രായമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും കുട്ടിക്കളിയാണല്ലോ. അവൻ എന്തെങ്കിലും ചെയ്യാൻ കൊടുത്താലല്ലേ അവൻ്റെ കാര്യപ്രാപ്തി തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അവൻ കാര്യപ്രാപ്തി തെളിയിക്കണ്ട. സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവൻ പ്രാപ്തി തെളിയിക്കട്ടെ. അവനിപ്പം നല്ല മാറ്റമൊക്കെ ഉണ്ട്. അവനിപ്പോൾ സൂപ്പർവൈസർ പണിക്ക് നന്നായിട്ട് പോകുന്നില്ലേ അവൻ? എടി അവൻ പഠിച്ചതും ചെയ്യുന്നതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതില്ല.
അവന് കുറേ നാൾ ഇലക്ട്രോണിക്സ് പണി ചെയ്തു. എന്നിട്ട് ഇത് അവസാനം എന്ത് പറ്റി? സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അത് പൂട്ടിക്കെട്ടി. ഇപ്പോൾ ഇത് നീലൂരും പിള്ളേരെയും പറ്റിക്കാൻ വേണ്ടി സൂപ്പർവൈസർ പണിയും കൊണ്ട് നടക്കുന്നു. അവനെ സൈറ്റിലൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, എഞ്ചിനീയർക്കൊക്കെ ആണെങ്കിൽ വലിയ കാര്യം അവനെ. ആ ആ എന്താ ആർക്കും ഒരു ഉത്സാഹമില്ലാത്തത്? എത്ര തവണ അച്ഛനെ വിളിക്കുന്നേ, ഫോൺ എടുക്കുന്നില്ല അപ്പൂപ്പ. എൻ്റെ പൊന്നപ്പൂപ്പ, ഇപ്പം നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ളൊരു ക്ലബ്ബുകാർ ഇവിടെ കരോളിന് വൈകിട്ട് വരുമെന്ന് പറഞ്ഞ്. നമ്മുടെ വീട് മാത്രമുള്ള അലങ്കരിക്കാൻ കിടക്കണം, ബാക്കി എല്ലാ വീടും അലങ്കരിച്ച് നല്ല സെറ്റപ്പായിട്ട് കിടപ്പുണ്ട്. നിങ്ങളെന്താ അലങ്കരിക്കാത്തത്? അതിനുള്ള സാധനങ്ങൾ അച്ഛൻ മേടിച്ചോണ്ട് വരാന്നാ പറഞ്ഞേ. നിങ്ങൾ അതും വിശ്വസിച്ചിരുന്നാ ക്രിസ്മസ് അതിൻ്റെ വഴിക്ക് പോകും. കുറച്ചുകൂടെ നോക്കാം മക്കളെ, അവൻ വരും. അതല്ല, ഇപ്പോഴെങ്കിലും ഒരുക്കി തുടങ്ങിയില്ലെങ്കിൽ തീരത്തില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അത് പൊളിച്ച്. അപ്പൊ ഇത്തവണ കരോളുകാർ വരുമ്പോ അവര് ഞെട്ടും. ആ എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഓടിപ്പോയി ആ പേഴ്സും എടുത്തുണ്ടോ, ആ ബാഗിൽ ഇരിപ്പുണ്ട്. ഓക്കെ.